ഞെട്ടിക്കുന്ന ഒരു വാർത്തയോടെയാണ് എഫ്ഐആർ എന്ന് തുടങ്ങുന്നത്. എറണാകുളം മലയാറ്റൂരിൽ 19-കാരിയെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുണ്ടങ്ങാമറ്റം സ്വദേശി ചിത്രപ്രിയയാണ് മരിച്ചത്. കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നു. ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ വിട്ടയച്ചു. ഈ പെൺകുട്ടിയെ 4 ദിവസമായി കാണാനില്ലായിരുന്നു. 2 ദിവസമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു വാർത്തയാണ്. ചിത്രപ്രിയ പിന്നെ അലൻ, ചിത്രപ്രിയ 19, അലൻ 21, ഈ 2 പേരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ചിത്രപ്രിയ മരിച്ചിരിക്കുന്നു. അപ്പം ഇത് ഇങ്ങനെ പല രീതിയിലും ഇത് പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയെ ഒരുപാട് മോശമായിക്കൊണ്ടും വരുന്നുണ്ട്. അത് ഞാനും കണ്ടു, ഒരുപാട് കമൻറ്റുകൾ കണ്ടായിരുന്നു. ഒത്തിരി വീഡിയോയുടെ താഴെ വന്നേച്ച് ഇങ്ങനെയൊക്കെ ഉള്ള പന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നും പെണ്ണ് കള്ളു കുടിച്ച് അഴിഞ്ഞാടി നടക്കുമായിരുന്നെന്നും ഒക്കെ ഇങ്ങനെ ഒരുപാട് മോശം കമൻറ്റുകൾ വരുന്നുണ്ട്. ഇതൊന്നും ഈ മരിച്ചു പോയ ആൾക്ക് അറിയണ്ടല്ലോ. ഈ ജീവിച്ചിരിക്കുന്നവരല്ലേ അനുഭവിക്കുന്നത്. പെൺകുട്ടികളായാലും ആൺകുട്ടികളാണെങ്കിലും ഒരു സമയം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകാനായിട്ട് സമ്മതിക്കും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാം. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കാരണവന്മാരെ പേടിയായിരുന്നു. ഇപ്പോൾ കാരണവന്മാർക്ക് മക്കളെയാണ് പേടി. കാര്യം അവരങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. എന്നാ പറഞ്ഞാലും അവർക്ക് തിരിച്ച് തർക്കുത്തരം പറച്ചിലും അങ്ങനെയുള്ള അഹങ്കാര രീതികളും മാത്രമല്ല. അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്നുള്ള ഭാഗത്തിലാണ് അവരുടെ നടപ്പ്. അപ്പോൾ അതുപോലെ ആയിരിക്കാം ഈ പെണ്ണ് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അവർ വല്ലതും പറഞ്ഞു കാണായിരിക്കും, കേൾക്കാതെ പോയതായിരിക്കാം. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. കുട്ടിയുടെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്ന ആളുമായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് പിന്നെയും സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. ഈ ചെറുക്കൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നേക്കാം. അവൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ മോശമായിട്ടാണ് പറയുന്നത്. മദ്യപിച്ചിരുന്നു, അവനും മദ്യപിച്ചിരുന്നു, ഈ കുട്ടിയും മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും അങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ മദ്യപിച്ചെന്നോ അങ്ങനെ ഒന്നും ഇതായിട്ട് കണ്ടിട്ടില്ല. ഇനി അറിയത്തില്ല, അങ്ങനെയുള്ള ഇതൊന്നും പുറത്തൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്നതേലുമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് മൊത്തം എടുത്തിട്ടങ്ങ് എന്നതേലുമൊക്കെ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഒരു CCTV പോലും കാണിക്കുന്നുണ്ട്. ഇവർ ബൈക്കിൽ പോയി അങ്ങനെ പിടിച്ചു എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ബൈക്കിൽ പോയവർ തന്നെ പറയുന്നുണ്ട് അത് ഞങ്ങളാണ് പോയത്, മലയാറ്റൂർ മല കയറാൻ പോയിട്ട് ഞങ്ങൾ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഉരുണ്ട് മറിഞ്ഞ് കുഴഞ്ഞ് കിടക്കുന്നൊരു കേസ് പോലെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയുടെ അടക്കമൊക്കെ കഴിഞ്ഞു. ആർക്ക് പോയി? വീട്ടുകാർക്ക് മാത്രം പോയി. പെൺകുട്ടികളെ വീട്ടുകാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഫോണിൻ്റെ ഉപയോഗം കൊണ്ടാണ്. അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചിലരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോൺ നമ്മളിപ്പോൾ മേടിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരു രീതിക്കും പിള്ളേരെ നമുക്കിതായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞാലും അതിൻ്റെ പോസിറ്റീവായിട്ടായിരിക്കുമല്ലോ അവരെടുക്കുന്നത്, അവർ നെഗറ്റീവായിട്ടായിരിക്കുന്നത്. ഫോൺ മേടിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒന്നും മേലാത്തൊരവസ്ഥയാണ് ഇപ്പം മാതാപിതാക്കൾക്ക്. എന്നാന്ന് ചോദിച്ചാൽ കുട്ടികളെ എന്തെങ്കിലും ചെയ്താൽ അതിന് നിയമവും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ അയക്കുന്നത്. പണ്ടത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അടി കൊടുത്താൽ ആരും ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ പോലും ഒരു കൊച്ചിനെ ഒന്ന് വഴക്ക് പറയുന്നത് കണ്ടാൽ ഉടനെ അതിൻ്റെ താഴെ വരുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം പോലും അന്വേഷിക്കുകയില്ല. അതിനു മുമ്പ് കാര്യം വരുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ അവളെ അങ്ങ് വലിച്ചു കീറണം, അല്ലെ അവനെ അങ്ങ് വലിച്ചു കീറണം, തെറിയ പിന്നെ വരുന്ന മൊത്തം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ വേറൊരു വശമുണ്ട്. ഇത് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. ശരിക്കും ഉപദ്രവങ്ങൾ അനുഭവിക്കുകയും ഈ ഒരുപാട് ഉപദ്രവങ്ങൾ അനുഭവിക്കുകയും അതുപോലെ തന്നെ ഒന്നും പ്രതികരിക്കാൻ മേലാതെ സഹിച്ച് ജീവിക്കുന്ന കുട്ടികളുമുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കാണും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടി കാണിച്ചത് നല്ല കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല. തന്നെയല്ല, ആദ്യം ഒരു ഇഷ്ടമായിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പ് ആയതാണ്. പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഇപ്പം ആണും പെണ്ണെന്നുള്ള വ്യത്യാസമില്ല, എവിടെ വേണമെങ്കിലും പോകാം, അങ്ങനെ തിരിച്ച് വ്യത്യാസം കാണിക്കാൻ പാടില്ല, മറ്റത് മറിച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പം ആണും പെണ്ണെന്നുള്ളതൊക്കെ ഇപ്പോൾ വരുന്നില്ല. ഒരു പെൺകുട്ടിയല്ലേ, ഈ പെൺകുട്ടി എന്തിന് രാത്രി പോയി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒരു പെൺകുട്ടിയല്ലേ അവൾ പോയാൽ എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾക്ക് എപ്പോഴും ഓരോരോ കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് പണ്ടുള്ളവർ പറയുന്ന പോലൊക്കെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ. നമ്മൾ കാലം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഒരാപത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അയ്യോ പൊത്തോന്നും പറഞ്ഞിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതായിട്ട് ചെയ്യാന്നേ ഉള്ളൂ. അപ്പം ഇത് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരു CCTVയുടെ ഇത് കാണിക്കുന്നുണ്ട്, ഇവർ പോകുന്നതിൻ്റെ ഇവരാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ അതല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ചാനലിലൂടെ വരുന്നത് മുഴുവൻ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ല. പിന്നെ കള്ളമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാനും പറ്റത്തില്ല. ഇവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലെല്ലാം വിശ്വസിക്കുന്നത്. എന്നതാണേലും
വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം. കാര്യം ഇനിയുള്ള ഇതിലിങ്ങനെ ഒന്നാമത് എന്നാ വെച്ചാൽ ഈ കള്ളു കുടിച്ച് നടക്കുന്ന ചെറുക്കന്മാരും കഞ്ചാവ് വലിച്ച് നടക്കുന്ന ചെറുക്കന്മാരും ഇവന്മാരൊക്കെ പക്ക ഫ്രോഡുകളാണെന്ന് അറിഞ്ഞാൽ പോലും ഈ പെൺപിള്ളേർ ഇതിൽ നിന്നൊന്നും പിന്മാറുകയില്ല. ഇതിൻ്റെ പുറകെ തന്നെ നടക്കത്തേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് അത് ആര് പറഞ്ഞു കൊടുത്താലും അവർക്ക് അതിന് മനസ്സിലാകില്ല തെറ്റാന്നുള്ളത്. ഇത് പറയുന്നു ഇവന് വേറൊരു റിലേഷൻ ഉണ്ടായി, അങ്ങനെയാണ് ഇവർ പിരിഞ്ഞതെന്ന് പറയുന്നു. ഇവൻ പറയുന്നു ഈ പെണ്ണിൻ്റെ ഫോണിനകത്ത് ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടു. അത് ചിലപ്പോൾ ഇപ്പോൾ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം അങ്ങനെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അത് വേറെ രീതിക്കാണ്. ഇവൻ പറയുന്നത് അത് അങ്ങനെയല്ല, വേറെ രീതിക്കാണ്, മോശമായിട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉപദ്രവിച്ചതെന്ന് പറയും. അങ്ങനെയാണെങ്കിലും ഇവൻ എന്ത് അധികാരമാണ് ആ കൊച്ചിനെ കൊല്ലാനായിട്ടുള്ള ഒരു അധികാരവുമില്ല. ഇവനാണോ അതിനെ ശിക്ഷിക്കാൻ നിൽക്കേണ്ടത്? ഇവന് വേണ്ടെങ്കിൽ വേണ്ട, ഇവൻ പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ കൊല്ലാനും എടുക്കാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ആരും. ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ലേ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, അത് തിരിച്ച് അടുത്ത കാര്യത്തിലേക്ക് പോവുക. ഇതിങ്ങനെ കുറേ സൈക്കോകളുണ്ട്, അല്ലാതെ നോർമലായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പെങ്കൊച്ച് ഇത് സംഭവിച്ച് ഇവരുടെ വീട്ടുകാർ കേസ് കൊടുത്തു. ആ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇത്രയും ഒരു പുരോഗമനം ഒക്കെ ആയെന്ന് പറഞ്ഞാലും ഒരാളെ കാണാതെ പോയാൽ അത് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അവർ ശവമായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചായിരിക്കും കിട്ടുന്നത്. അല്ലാതെ ഒരു എത്ര ഹൈടെക്കാന്ന് പറഞ്ഞാലും ഒരു കുന്തോ ഇവിടെ നടക്കുന്നില്ല. ഒന്നും വേണ്ട, ആ മൊബൈൽ എവിടെയാണെന്നുള്ളതിൻ്റെ സൈബർ സെൽ വഴി നോക്കിയാൽ മതിയായിരുന്നു ഈ പെൺകൊച്ച് എവിടെയാണെന്ന് അറിയാൻ പറ്റുമെന്ന്. അവർ ആ പരാതി കൊടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയല്ലേ, അത് പോയി കഴിയുമ്പോഴത്തേക്ക് അത് എവിടെ പോയി എന്നാന്നൊന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണെങ്കിലും അത്രയും ഒരു സീരിയസ്നെസ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആ കൊച്ച് രക്ഷപ്പെട്ടായിരുന്നേ. ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നേക്കുന്നത്, എന്നതാണ് സംഭവം എന്നുള്ളത് ഇത്രേ. പിന്നെ ഇവർക്കിടയിലുണ്ടായ പ്രശ്നം എന്നാന്നുള്ളതും ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇത് കൂടാതെ ഒരാൾക്കും കൂടെ അറിയാമായിരിക്കും. ഇത് ഇവരെ അറിയാവുന്ന ആരെങ്കിലും ഒരു സുഹൃത്തുക്കൾ കാണും, അവർക്കും അറിയായിരിക്കും ഈ സംഭവിച്ച എന്നാന്നുള്ളത്. എന്നാലും എന്നതൊക്കെയോ മറയ്ക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നു. വീട്ടുകാർക്ക് നഷ്ടമായി, അത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ പെണ്ണിൻ കൊച്ചിനെ ഒത്തിരി പേര് മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഏത് ഇതെടുത്താലും ഈ പെൺകൊച്ചിനെ ഭയങ്കര മോശമായിട്ട്. ഞാനും ഇത് ആദ്യം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പറയുന്നത്, കള്ള് കുടിച്ച് കൂത്താടി നടന്ന് 19,000 ദാരുണാന്ത്യം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഓരോ ക്യാപ്ഷൻ കൊടുത്താണ് ഇതിരുന്നത്. അപ്പം ഞാൻ അടുത്ത് ഇത് എന്നെ കള്ള് കുടിച്ചിന് റോഡിൽ കൂടെ എങ്ങാനും പോയോ? ഈ കുട്ടി കള്ള് കുടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ട് ഇവൻ പറയുന്നതാണ് ഇവനൊരു കൊലപാതകയാണ്. ആ കൊലപാതകയാണ് ഈ കൊച്ചിനെ ഇത്രയും മോശക്കാരനാക്കുന്നത്. ഈ പെങ്കൊച്ചിനെ, ഈ പെങ്കൊച്ച് ചെയ്ത കാര്യം നല്ലതെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, തെറ്റാണ് ചെയ്തത്. പക്ഷേ അത് മാത്രമാണ് ആൾക്കാർ കേൾക്കാൻ നിൽക്കുന്നത്. ഈ പെങ്കൊച്ചിനെ പറ്റി പറയുന്നത് മാത്രമാണ് കേൾക്കാൻ നിൽക്കുന്നത്. ഇതിനെപ്പറ്റി വേറെ ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ. 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടതാണോ സത്യം? അല്ല. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ചില ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ എല്ലാ ന്യൂസ് ചാനലും, ഒന്ന് മാത്രമല്ല എല്ലാ ന്യൂസ് ചാനലുകളും വന്ന റിപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു, അതവിടെ കഴിഞ്ഞു. അതിനുശേഷമാണ് മറ്റൊരുപാട് കാര്യങ്ങൾ, അതായത് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് ഈ പെൺകുട്ടിനെ കാണാതായ സമയം തൊട്ട് അത്രയധികം ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇവരെല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ സഹായത്തിന് ഉണ്ടായില്ല. എനിവേ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതിന്റെ ബാക്കിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അലൻ എന്ന് പറഞ്ഞവൻ, ഇവനെ കുറിച്ച് ഒരാൾ പോലെ എന്റെ അടുത്ത് നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. ന്യൂസിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടാണ് കമന്റ് ബോക്സ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ പെൺകുട്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല സത്യം എന്നുള്ളത് എനിക്കെങ്കിലും വന്ന് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടത്, മീഡിയയിലെല്ലാം വന്ന CCTV വിഷൻസ് അത് 100% റോങ് ആണ്. അത് അവരുടെ CCTV അല്ല. ഈ അലൻ എന്ന് പറഞ്ഞ പയ്യനും ചിത്രപ്രിയായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അലൻ എന്ന് പറഞ്ഞ ആൾക്ക് മറ്റൊരു കുട്ടിയായിട്ട് ഒരു പ്രേമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഓൾറെഡി ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് ആയതിനു ശേഷം പിന്നീടും ഇവൻ ചെന്ന് അപ്രോച്ച് ചെയ്തു, പല രീതിയിലുള്ള അപ്രോച്ച് നടത്തി. ഇതിന്റെ ഒരു അവസാനത്തിലേക്ക് കിടക്കുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കറങ്ങാം, സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് വരാൻ അല്ലെന്ന് പറഞ്ഞ ആൾ. ഇതെല്ലാം ആ നാട്ടിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ്. അലൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി മദ്യപിച്ചു എന്നെല്ലാം പറഞ്ഞത് അലനാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എവിടെയും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ ആ വീട്ടുകാർ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒരു സഹായത്തിന് ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. അവിടെയുള്ള നാട്ടുകാരാണ് പറഞ്ഞതെന്ന് പറയുന്നു. ആരും ഒരു സഹായത്തിന് പോലും ഇല്ലാതെ ഇവർ ഓടി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുറേ സ്ത്രീ സംരക്ഷകർ ഇറങ്ങിയിട്ടുണ്ട്, കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതും വല്ല സിനിമാക്കാരോ അല്ലെങ്കിൽ അതുപോലെ വല്ല സെലിബ്രിറ്റി വല്ലതും ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ കണ്ണി കാണുകയല്ല. ആ ഒരു നിമിഷം സഹായിക്കേണ്ട ആരും ഇല്ലായിരുന്നെന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്ന് അതിന് രക്ഷപ്പെടാമായിരുന്നു എന്ന് പോലീസാണെങ്കിൽ പോലും ഒന്ന് ശരിക്കും ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനെ ജീവനോടെ കിട്ടുമായിരുന്നായിരിക്കും. എന്നതാണേലും ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ ആരുമില്ല. ചില കാര്യങ്ങളിലേക്ക് നിയമം പോലും അതങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി, അതും എനിക്കൊന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ വേണ്ടി വന്നുവെച്ചാൽ ഓരോരുത്തരൊക്കെ കരയെന്ന് കണ്ടാൽ തോന്നും ഭയങ്കര ഇതാണ്. ആ ഒരു വ്യക്തിയുടെ ഒപ്പം തന്നെയാണ്, ആ ഒരു സ്ത്രീ, ആ ഒരു നടിക്കൊപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത്. കാര്യം അവരെ ഉപദ്രവിച്ച്, ഞാൻ പറഞ്ഞല്ലോ സത്യമാണ്.
പക്ഷേങ്കിൽ അതിൽ ഉപദ്രവിച്ചവരെ കണ്ടുപിടിക്കാനല്ല അവർ ശ്രമിക്കുന്നത്, മറ്റാരൊക്കെയോ ഇത് പ്രതിയാക്കുക എന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടി വൈരാഗ്യം തീർക്കുന്ന രീതിയാണ്, വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. നമുക്കതിപ്പോൾ നമ്മുടെ വിഷയമല്ല ഇത്. എന്നാലും ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോഴത്തേക്കും പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഇങ്ങനെയുള്ളവർക്കൊന്നും വേണ്ടി ആരും പ്രവർത്തിക്കാനില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ ആരുമില്ല, ഒന്നുമില്ല. ആ വീട്ടുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ആ കൊച്ചിൻ്റെ ബോഡി കൊണ്ടുവരുന്നതിൻ്റെ അതൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുള്ള ഒരു നിമിഷം നമ്മുടെ വീട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്നാന്നുള്ളത് ഒരു നിമിഷം നമ്മൾ പെട്ടെന്ന് അതിലേക്ക് നമുക്കൊന്ന് കണ്ണ് നിറഞ്ഞു പോകും. ഒരു വല്ലാത്തൊരു ഫീലായി പോകുന്നത്. എന്നാണേലും ഈ ചെറുക്കനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഫാക്ടർ അവിടെ അങ്ങോട്ട് മാറ്റി നിർത്ത പെൺകുട്ടിയുടെ കേസ് അല്ല നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇതിന്റെ പേരിൽ തർക്കം ഉണ്ടായി, സംസാരം ഉണ്ടായി. ഈ സംസാര വിഷയങ്ങൾ എന്തായിരുന്നു, തർക്കങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അറിയാവുന്ന രണ്ട് പേരുള്ളൂ. അതിലൊരാളെന്ന് ജീവിച്ചിരിക്കുന്നില്ല. അല്ലെന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പെൺകുട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സംശയത്തിന്റെ പേര് സംഭവിച്ച ഇതാണ്, ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ അറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ. ഈ ഒരു ന്യൂസ് ചാനൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എല്ലാവരും വന്നിട്ട് ആ പെൺകുട്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചാണ് ഈ പെൺകുട്ടിനെ കൊന്നിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനും അവരുടെ ഫാമിലിയുടെ ഒക്കെ അവസ്ഥ ഇപ്പൊ മനസ്സിലാക്കിയപ്പോഴും അത്രയധികം വിഷമം നമുക്ക് തോന്നിപ്പോയത്. ഇനി ഇതായിരുന്നു ഗൈസ് സത്യം. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിച്ചത്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഒരു സംശയരോഗം അത് എക്സ്ട്രീം ലെവലാണ്. അത് അമ്മാരി സഹിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. എനിവേ ഈ അലെന്ന് പറഞ്ഞ വ്യക്തിനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പ്രൊസീഡിങ്സ് കേട്ടത് അങ്ങനെ പൊക്കോട്ടെ. മീഡിയ ഔട്ട് ചെയ്ത കാര്യത്തിന് എന്നെ വന്ന് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇമോഷൻസും മറ്റു കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുന്നു. എവിടെ പോയി തെറി വിളിക്കണം, ആര് ചീത്ത പറയണം എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ സത്യാവസ്ഥ പോലീസ് കൃത്യമായിട്ട് ഇനി അന്വേഷിച്ച് പോലീസിന്റെ സൈഡിൽ നിന്ന് ഒരു വേർഷൻ മീഡിയക്ക് കൊടുക്കുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. എഗെയിൻ ഞാൻ ആ പാഠം പഠിച്ചു. മീഡിയ പറയുന്നതാണ് സത്യം. അതോ എന്നുവെച്ചാൽ നമ്മൾ മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വിശ്വസിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ മീഡിയയിലും കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ കാണിക്കുന്നത്. അടുത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആൾക്കാർ ഇത് ശ്രദ്ധിക്കണം, ഇതെന്നാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആകാംക്ഷയോട് കൂടി ചെല്ലുമ്പോഴത്തേക്ക് ഒന്നും കാണില്ല. ഇവർ കുറേ കണക്കൂട്ടി പറയുന്ന കുറേ കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ, ഒരു സത്യങ്ങളും കാണുകയില്ല. അവൻ ശരിക്കും ഒരു സംശയരോഗിയായിരുന്നെന്ന് പറയുന്നു. ആ കൊച്ച് അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെയാണ് പിള്ളേർക്കൊക്കെ പ്രണയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒന്നാമത് കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇവന്മാർ വന്ന് മിണ്ടുന്ന സമയത്ത് നല്ലവരായിരിക്കാം. അദ്ദേഹത്തേക്ക് ഇവർ പറയും എനിക്കവന് വിശ്വാസമാണ്, അവൻ നല്ലവനാ, അവന് കുഴപ്പമില്ല എന്ന് പറയും. അത് മൂട് താങ്ങാൻ കുറേ ഫ്രണ്ട്സും കാണും. അങ്ങനെ ഇതിലൊക്കെ പെട്ടു പോകുന്നതാണ് കുഞ്ഞുങ്ങൾ. പെട്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ആർക്കാണ് നഷ്ടം വരുന്നത്? വീട്ടുകാർക്കാണ് നഷ്ടം വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കള്ളു കുടിച്ചും മയക്കുമരുന്ന് ധരിച്ച് കിടക്കുന്ന ചെറുക്കന്മാർക്കൊക്കെ പെൺപിള്ളേരെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല കുടുംബത്തിൽ പിറന്ന ഒരു ചെറുക്കന്മാർക്കും പെൺപിള്ളേരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മാന്യമായിട്ട് കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുന്നതുകൊണ്ടായിരിക്കാം. അതേസമയം ഇങ്ങനെ കൊണ്ടുപോയി കൊന്നു കളയുന്ന ഈ ഇടയ്ക്ക് തന്നെ കണ്ടില്ല, ഒരു പെൺകൊച്ച് പ്രണയിച്ചിറങ്ങിപ്പോയതാണ്. അവൻ അതിനായിട്ട് ഉപദ്രവിച്ച് സ്ത്രീധനം വേണമെന്നും പറഞ്ഞ് അത് ഗർഭിണിയായിരിക്കെ തന്നെ തീ കൊളുത്തി മരിച്ചു. അങ്ങനെയുള്ളവർക്കൊക്കെ പെണ്ണിനെ കിട്ടും. അവൻ ഇനി ഇറങ്ങി കഴിയുമ്പോൾ ഇനി അവന് പെണ്ണിനെ കിട്ടും. ഇവനാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവനും ഇനി പുറത്തിറങ്ങും. ഇത്രയും ചെറുപ്രായത്തിലെ ആ പെൺകൊച്ചിനെയും കൊന്നു കളഞ്ഞ് ഇതിൻ്റെ പിന്നിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. അതായിരിക്കും ഇവൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇത്രയും മീഡിയയിലൂടെ ഫെയിമായിട്ട് കൊണ്ടുവരുന്നത്. കാര്യം ഇവൻ പറയുന്ന കാര്യങ്ങൾ മാത്രം. ആ പെൺകൊച്ചിന് സൈഡ് നിൽക്കാനായിട്ട് ആരുമില്ല. അതിനെ സൈഡ് പറയാനായിട്ട് അത് കാണിച്ച് തെറ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ പോയെന്ന് പറയുന്നു, നടന്നു പോയെന്ന് പറയുന്നു, പലതും പറയുന്നുണ്ട്. ഒന്നും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യങ്ങളല്ല പുറത്തോട്ട് വരുന്നത്. അവൻ പറയുന്നത് മാത്രമാണ് ഇപ്പം സമൂഹത്തിൽ. അതും ഒരു ക്രിമിനലാണ്. അവനൊരു പെണ്ണിനെ ഒത്തിരി ഉപദ്രവിച്ചിട്ടാണ് അതിനെ അത് മരണപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ അതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചില്ലറക്കാരൻ മനഃപൂർവ്വം അതിനെ കൊല്ലാൻ വേണ്ടി തന്നെ അവൻ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും. അല്ലാതെ മദ്യത്തിൻ്റെ പുറത്തോ ഒന്നും ആയിരിക്കുകയില്ല. അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിച്ചു. പിന്നെ അത് പോയതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ വീട്ടുകാർ പോലും അറിയാതെ ഇങ്ങനെ ഒരു പുരുഷൻ്റെ കൂടെ പോയത് ഭയങ്കര തെറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ഇവർ വരാൻ ഭയങ്കര ഒരു ടെൻഷനാണ്. എന്താണ് കുഞ്ഞുങ്ങൾ വരാൻ താമസിക്കുന്നുള്ളൂ, വീട്ടിൽ ഇരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ദൂരം നടന്നായിരുന്നു പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രശ്നവുമില്ല, വീട്ടുകാർക്കറിയാം ഇനി വരുമെന്നറിയാം, നമ്മൾ കൂട്ടുകാർ കൂടി ഇനി വരും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഇവർ വരേണ്ട ഒരു സമയം കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വെപ്രാളാണ്, എന്നാ വരാൻ താമസിക്കുന്നത്, എവിടെയാണ് എന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിളിച്ചു ചോദിക്കും എവിടെ എന്നാന്നൊക്കെ. എന്നാലും വീട്ടിൽ വന്ന് ഇവരെ കാണുന്നിടം വരെ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അതുപോലെയാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാരണവന്മാരെ മക്കൾക്ക് പേടിയായിരുന്നു. ഇപ്പം മക്കളെ കാരണവന്മാർക്ക് പേടിയാണ്. കാര്യം ഇവരോടൊന്നും മിണ്ടാനൊക്കത്തില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിച്ചു വെക്കുക. ഇതൊക്കെ തന്നെയാണ്. കാരണവന്മാരിപ്പോൾ ഒരു പാവ കണക്കിങ്ങനെ ഇവരുടെ ഇഷ്ടത്തിനങ്ങ് ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. കുട്ടികളെ തല്ലി വളർത്തിയ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അതിനകത്ത് പണിക്ക് പോകും. അതുടനെ അത് ന്യായീകരിക്കാനും അടുത്ത ആൾക്കാർ വരും.
ആ കൊച്ചിനെ ഭയങ്കര ഉപദ്രവമായിരുന്നു, അതുകൊണ്ടാണ് അത് ഇങ്ങനെ കാണിച്ചത് എന്നും പറഞ്ഞിട്ട്. എന്നതാണേലും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഷമം തോന്നി. നമ്മുടെ വീട്ടിലും പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാകുമ്പോഴത്തേക്ക് ഈ പ്രായമൊക്കെ ആകുന്ന കുഞ്ഞുങ്ങളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനക്കേട് തന്നെയാണ്. ഇത് ഈ ലോകത്ത് തന്നെയാണ് നടക്കാൻ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയി. ഇനി ചെകുത്താൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ രീതിക്കും ഒരു രീതിക്കും ഒരു നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലാം മോശം കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മളൊരു ന്യൂസ് വെച്ചാൽ പോലും നമുക്കൊരു നല്ല കാര്യം നമുക്ക് കേൾക്കാനോ കാണാനോ കിട്ടുന്നില്ല. എല്ലാം അവിടെ കട്ടു, ഇവിടെ പീഡനം, മറ്റത് മറിച്ചത്, ജയില്, പിടിച്ചുകൊണ്ട് പോകുന്നു, നിരപരാധികളെ ശിക്ഷിക്കുന്നു, ഇതൊക്കെ തന്നെയുള്ളൂ മൊത്തം കാണുന്നത്. അല്ലാതെ ഒരു നീതി ന്യായങ്ങളോ അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എന്നതെങ്കിലും ഒന്ന് വന്നാൽ കുറേ ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോളും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും ഫെയിം ആകാൻ പറ്റുന്നതുകൊണ്ടുണ്ടല്ലോ, എന്നാ കാര്യം ഉണ്ടെങ്കിലും ഉടനെ ഇങ്ങ് വന്നോളൂ. വന്നേച്ച് സത്യമാണോ കള്ളമാണോ എന്നൊന്നുമില്ല. ഇവർക്ക് വായി തോന്നി വിളിച്ച് പറയുന്നു, അത് അതുപോലെ എടുത്ത് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലുകാരെടുക്കുന്നു, അത് പുറത്തോട്ട് വിടുന്നു. അത് കുറേ പേര് വിശ്വസിക്കുന്നു, കുറേ പേര് വിശ്വസിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നതാണെങ്കിലും ആ കുട്ടി ഈ ലോകത്തുനിന്ന് പോയി. അവരുടെ വീട്ടുകാർക്ക് അത് സഹിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.